സ്ത്രീകൾ തീർച്ചയായും കഴിച്ചിരിക്കേണ്ട സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ന്യൂട്രിയൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ വിദ്യാപ്രസന്ന, പ്രാണ നാച്ചുറൽ ഹോസ്പിറ്റൽ നാച്ചുറോപ്പതി ഫിസിഷ്യൻ, കൊല്ലം. ഒന്നാമതായി കഴിച്ചിരിക്കുന്നത് നമ്മൾ അയൺ കണ്ടൻ്റാണ്. കൂടുതലും സ്ത്രീകളിൽ ആർത്തവ സമയത്ത് കൂടുതൽ രക്തം പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ബോഡിയിൽ ആവശ്യമായിട്ട് വരുന്നത് അയൺ കണ്ടൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സാണ് വേണ്ടത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കഴിക്കേണ്ട ഫുഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയില, മത്തി, സാമൺ പോലത്തുള്ള മീനുകൾ, അതേകൂട്ട് തന്നെ കക്ക, കൊഞ്ച്, ഇതൊക്കെ നമ്മുടെ ദൈനംദിന ഫുഡിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ഇപ്പോൾ അതേകൂട്ട് തന്നെ പച്ചക്കറികളിലാണെങ്കിൽ നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതേകൂട്ട് മുത്താറി അഥവാ പഞ്ഞിപ്പുല്ല്, അതേകൂട്ട് തന്നെ സ്പിനാച്ച്, പാലക്ക്, ചീര വിഭവങ്ങൾ, ചുവന്ന ചീര കൂടുതലായിട്ട് കഴിക്കുക. അതേകൂട്ട് തന്നെ ബ്രോക്കോളി, റെഡ് കളറായിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, തക്കാളി, അതേകൂട്ട് പംകിനൊക്കെ കൂടുതൽ കഴിക്കുന്നത്. സീഡ്സിൽ പംകിൻ സീഡ്സ്, ചിയ സീഡ്സൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ കാഷ്യൂ നട്ട്സ് എല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേകൂട്ട് തന്നെയാണ് നമ്മൾ മാക്സിമം നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇരുമ്പിൻ്റെ ഒരു കണ്ടൻറ്റും കൂടി നമ്മളുടെ ഫുഡിൽ ഇൻക്ലൂഡായിട്ട് അലിഞ്ഞു ചേർന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഗുണവും കൂടി നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് വരുന്നത് കാൽസ്യമാണ്. നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് നമ്മൾ കാൽസ്യം അടങ്ങിയ ഫുഡ്സ് കഴിക്കുക. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷെൽ ഫിഷസ്, കക്ക, കൊഞ്ച്, അതേപോലെ കല്ലുമ്മക്കായ, അതേപോലെ ചെറിയ ചെറിയ നത്തോലി മീനുകൾ, നത്തോലി, മത്തി, അയല, ഇതൊക്കെ നമുക്ക് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതേകൂട്ട് തന്നെയാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾ, സ്പിനാച്ച്, മുരിങ്ങയിലൊക്കെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് വിറ്റമിൻ B12 ആണ്. B12ൻ്റെ അഭാവം വരുമ്പോൾ നമുക്ക് കാലുകളിലെ മസിൽ ക്രാംസ് ഉണ്ടാവാനും അതേകൂട്ട് കുത്തിയുള്ള വേദന, മരവിപ്പ്, ഇതിനെല്ലാം കാരണമാണ്. വിറ്റമിൻ B12 അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ കരളിൽ ചിക്കൻ്റെ ആയാലും അതേകൂട്ട് ആടിൻ്റെയൊക്കെ കരൾ നമുക്ക് കറി വെച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും. അതേകൂട്ട് മുട്ട, പാല്, തൈര്, അതേകൂട്ട് തന്നെ യോഗട്ടും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതേകൂട്ട് തന്നെ ഫിഷസിൽ നമുക്ക് സാമൺ ഫിഷ് ഇൻക്ലൂഡ് ചെയ്യാം. അതേകൂട്ട് തന്നെ അയല, മത്തി, അതേകൂട്ട് ചെറിയ നത്തോലി മീനുകൾ, അതെല്ലാം നമുക്ക് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതേകൂട്ട് തന്നെ വിറ്റമിൻ B12ൻ്റെ അഭാവം നമുക്ക് ബ്ലഡിലും അതേകൂട്ട് തന്നെ നമ്മുടെ നാഡീവ്യൂഹത്തിനെയും DNA ഇതിനെല്ലാം ബാധിക്കും. വിറ്റമിൻ B12ൻ്റെ അളവ് കുറയുന്നത് കാരണം നമുക്ക് രക്തക്കുറവിൻ്റെ ഇതിലും നമുക്ക് നമ്മുടെ ബോഡിയിൽ ഫങ്ഷൻസ് കുറയാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളിൽ പ്രത്യുത്പാദന ശേഷി കുറയാനും വിറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നത് മൂലം സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കോഡ് ലിവർ ഓയിൽ, അതേകൂട്ട് ഫാറ്റ് ഫിഷസ്, അയല, മത്തി തുടങ്ങിയവ കഴിക്കുകയും അതേകൂട്ട് തന്നെ മുട്ടയുടെ മഞ്ഞ ദിവസം ഒരു 2 വീതം കഴിക്കുന്നതും നല്ലതാണ്. നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. അതേകൂട്ട് തന്നെ വെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് 1 സ്പൂൺ വീതം ദിവസവും കഴിക്കുന്നതും നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യുന്നതും നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് പനീർ, കൂടുതലായിട്ട് പഴങ്ങൾ, പച്ചക്കറികൾ, പിന്നെ പ്രോബയോട്ടിക്, പ്രീബയോട്ടിക് ഫുഡ്സ് എല്ലാം നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യുക. പറ്റുമെങ്കിൽ കൂടുതൽ ടൈം ഒരു 20-25 മിനിറ്റ് രാവിലത്തെ ഇളം വെയിലും വൈകുന്നേരം 5 മണിക്ക് ശേഷമുള്ളൊരു വെയിലും കൊള്ളുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അടുത്ത നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ട് എടുക്കേണ്ട സപ്ലിമെൻ്റാണ് മഗ്നീഷ്യം റിച്ച് ഫുഡ്സിൽ വരുമ്പോൾ അതിൽ ചിയ സീഡ്സ്, പിന്നെ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഡാർക്ക് ചോക്ലേറ്റ്. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ അതിൽ നമുക്ക് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ്സ് നമുക്ക് കിട്ടും. അത് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇതൊക്കെ നട്ട്സ്, കാഷ്യൂസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വാഴപ്പഴം, ബദാം, മുരിങ്ങയില, ഇതൊക്കെ ധാരാളമായി കഴിക്കുന്നതും മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നമ്മുടെ ബോഡിയിൽ കിട്ടാൻ ഏറെ സഹായിക്കും. അടുത്തതായിട്ട് നമ്മുടെ ബോഡിയിൽ നമുക്ക് കൂടുതലായിട്ട് ന്യൂട്രിയൻസ് എടുക്കുന്നത് omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. അതും നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ന്യൂട്രിയൻസ് ആണ് സ്ത്രീകൾക്ക്.
അതേപോലെ തന്നെയാണ് ഹെൽത്തി ഫാറ്റ്സും കൂടി നമ്മുടെ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് നമുക്ക് എഗ് യോക്ക്, അതേപോലെ തന്നെ കോക്കനട്ട് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ, അവക്കാഡോ, ഗീ ഓർ ബട്ടർ, നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒരു 1-2 സ്പൂൺ വീതം ദിവസവും നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും നല്ലതായിരിക്കും. പിന്നെ കഴിക്കാൻ പറ്റുന്നതാണ് ബയോട്ടിൻ. ബയോട്ടിൻ സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അതെല്ലാം എന്നുണ്ടെങ്കിൽ ബയോട്ടിൻ റിച്ച് ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതും നല്ലതായിരിക്കും. അതേകൂട്ട് അടുത്തൊരു വിറ്റമിനാണ് വിറ്റമിൻ സി. വിറ്റമിൻ സി ഫുഡ് വരുമ്പോൾ നമുക്ക് കൂടുതൽ സിട്രസ് ഫ്രൂട്ട്സ് എടുക്കുക. അതായത് നാരങ്ങ, എല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച്, മൂസമ്പി, പൈനാപ്പിൾ, പപ്പായ, അതേകൂട്ട് തന്നെയാണ് പേരയ്ക്ക. നമുക്ക് വീട്ടിൽ എപ്പോഴും കിട്ടുന്നതാണ് പേരയ്ക്ക. പേരയ്ക്കയൊക്കെ ദിവസവും കഴിക്കുന്നത് ഓരോ പേരയ്ക്ക അല്ലെങ്കിൽ ഓരോ ഓറഞ്ച്, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലെമൺ ഹണി ജ്യൂസായിട്ട് കഴിക്കുന്നതായാലും നല്ലതാണ്. വിറ്റമിൻ സി റിച്ച് ഫുഡ്സ് നമ്മുടെ ബോഡിയിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണ്. ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ്മെൻറ്റിനും കൂടി നമുക്കത് ആഡ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിൽ വേണ്ടത് വിറ്റമിൻ ഇ ആണ്. വിറ്റമിൻ ഇ നമുക്ക് സഹായിക്കുന്നത് നമ്മുടെ ഹെയർ, മുടി വളർച്ചയ്ക്ക്, അതേകൂട്ട് തൊലിയിലുള്ള ചുളുക്കങ്ങൾ, ഗ്ലോ, അതിനൊക്കെ സഹായിക്കുന്നതാണ് വിറ്റമിൻ ഇ എന്ന ന്യൂട്രിയൻറ്റ്. അത് നമുക്ക് നമ്മുടെ നിലക്കടല, അതേകൂട്ട് പാലക്ക്, സൺഫ്ലവർ സീഡ്സൊക്കെ നല്ലതായിട്ട് കഴിക്കുന്നതല്ല. പംകിൻ സീഡ്സ്, ഒരുവിധപ്പെട്ട എല്ലാ സീഡ്സും നമ്മൾ കഴിക്കുക. അതേകൂട്ട് തന്നെ നമുക്ക് കൂടുതൽ ഓയിൽ കണ്ടൻറ്റ് അടങ്ങിയ സീഡ്സ് കഴിക്കുക. പച്ചക്കറികളിലാണെങ്കിൽ ബ്രോക്കോളി, ഇലക്കറികളിലാണെങ്കിൽ ചീര, പുതിനയൊക്കെ നമുക്ക് സ്മൂത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. പുതിന ഇപ്പോൾ ഒരു പിടി പുതിന അല്ലെങ്കിൽ കുറച്ച് ചീര, അതിൻ്റെ കൂടെ ഒരു പഴമോ ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ പേരയ്ക്ക, ഇതെല്ലാം ഇട്ട് നമുക്ക് സ്മൂത്തി ആയിട്ട് ദിവസവും രാവിലെ കഴിക്കുന്നത് വിറ്റമിൻ ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇതിനൊരു പരിഹാരമാണ്. അപ്പോൾ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ സപ്ലിമെൻറ്റ്സും നമ്മുടെ ഫുഡിൽ കൂടെ തന്നെ നമുക്ക് ബാലൻസ്ഡ് ചെയ്യാൻ പറ്റും. സ്ത്രീകൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ നോക്കേണ്ട ന്യൂട്രിയൻസ് ആണ് ഞാൻ ഈ താഴെ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.